മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഴത്തുള്ളി പിണക്കം എന്നൊരു പാഠഭാഗം നോക്കാം. അതിൽ കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്നൊരു ചെറിയ പാഠഭാഗം പഠിക്കുവാനുണ്ട്. പ്രശസ്ത കവിയായ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഈ കൃതിയിലെ ഒരു ഭാഗമാണ് കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത് എന്നൊരു പാഠഭാഗമായി ചേർത്തിരിക്കുന്നത്. എന്താണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയം? മലിനമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നുള്ളതാണ്. ഇതൊന്ന് വായിച്ചു നോക്കാം. നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു, നന്നായി ജീവിക്കാൻ ഇവയൊക്കെ വേണം. മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്കെന്തെല്ലാം ചെയ്യാം? കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത്. ഒരു മിഥുന സായാഹ്നം. കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. ചിലർ പറഞ്ഞു സൂര്യനില്ല, ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു, ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു. നമ്മുടെ കണ്ണിൽ പെടുന്നില്ല. സൂര്യൻ ഉണ്ട്, തെന്മലക്കാറ്റ് വരുന്നു, മഴ വരുന്നു, വലിയ മുത്തുമഴ, കാറ്റ്, മഴ, ഇടി, പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി. മഴത്തുള്ളി പറഞ്ഞു, വൃത്തികെട്ട മനുഷ്യർ, വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി, ആ വോട്ടുപാത്രം നമുക്ക് തേച്ചു ഒളിപ്പിക്കാം. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ, തോർത്തുമാത്രമെടുത്ത മരങ്ങൾ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിലെ ആശയം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മിഥുനമാസത്തിലൊരു വൈകുന്നേരം മഴക്കാറും സന്ധ്യാസമയത്ത് ചെറിയ ഇരുട്ടും. മിഥുനമാസം എന്ന് പറഞ്ഞാൽ മലയാള മാസങ്ങളിൽ ഒരു മാസമാണ് മിഥുനമാസം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിവയാണ് മലയാളത്തിലെ മാസങ്ങൾ. ആ മലയാള മാസത്തിലെ ഒരു മാസമാണ് മിഥുനമാസം. അപ്പോൾ മിഥുനമാസത്തിലൊരു വൈകുന്നേരം മഴക്കാർ വന്നിട്ടുണ്ട്, സന്ധ്യാസമയമാണ്, ചെറിയ ഇരുട്ടുണ്ട്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ തെന്മലയിലെ മരങ്ങൾ, തെന്മല എന്ന് പറഞ്ഞാൽ തെന്മല എന്ന് പേരുള്ള ഒരു മല, അവിടുത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്, സൂര്യനില്ല, സൂര്യൻ മരിച്ചു കേട്ടോ, മഴമേഘങ്ങളുടെ മറവിൽ അവ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ കുറേ മരങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് കാറ്റും മഴയും ഇടിയും വന്നു, കലങ്ങിയ വെള്ളം വന്നു, അതെല്ലായിടത്തും കൂടി ഒഴുകി. മനുഷ്യർ മാലിന്യങ്ങളെറിഞ്ഞ് വൃത്തികേടാക്കിയ ഭൂമിയെ നമുക്ക് തേച്ച് വെളുപ്പിക്കാം എന്ന് പറഞ്ഞാണ് മഴത്തുള്ളികളൊക്കെ ഭൂമിയിലേക്ക് വന്നത്. ഈ വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ഈ പതഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ വള്ളിച്ചെടികളൊക്കെ തല ഒലുമ്പിക്കഴുകി. തോർത്ത് മാത്രം എടുത്ത് കുളിക്കാൻ എന്ന പോലെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നു. ടാറിട്ട റോഡിലൂടെ മഴവെള്ളം ഒഴുകി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പെരുമ്പാമ്പാണെന്ന് തോന്നും. കാലവർഷത്തിൻ്റെ വരവ്, അതായത് മഴക്കാലം, നല്ലൊരു കാലവർഷത്തിൻ്റെ വരവിനെ വളരെ മനോഹരമായിട്ടാണ് കവി തൻ്റെ ഈ കൃതിയിൽ, ഈ ആത്മകഥയിൽ വർണ്ണിക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം. സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. എന്താണ് സായാഹ്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? വൈകുന്നേരം. വൈകുന്നേരം എന്നാണ് സായാഹ്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തൂ. എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത്? അതായത് മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം ഏതാണ് പാഠഭാഗത്ത്? മഴത്തുള്ളി എന്താ പറയുന്നേ? വൃത്തികെട്ട മനുഷ്യർ, വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി, ആ വോട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം. ഇത് പറയുന്നത് മഴത്തുള്ളിയാണല്ലേ. ഒരു പിണക്കത്തോടു കൂടിയാണ് മഴത്തുള്ളി പറയുന്നത്. മഴത്തുള്ളി എന്തിനാണ് പിണങ്ങിയത്? എന്തിനായിരിക്കും? അതായത് ആളുകൾ, ഈ മനുഷ്യരെല്ലാം ഭൂമിയിലേക്ക് ഓരോ മാലിന്യങ്ങളെല്ലാം വലിച്ചെറിയുകയാണ്. പ്ലാസ്റ്റിക്, കൂട്, ബാറ്ററി, അങ്ങനെ ഓരോരോ സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഭൂമിയെ മലിനമാക്കുകയാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പോൾ അത് ചെയ്യുന്നുമില്ല. ചുറ്റുപാടുകളെല്ലാം അവർ വൃത്തികേടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത്. അടുത്ത ചോദ്യം,
മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത്? എങ്ങനെയാണ് മഴത്തുള്ളി ഭൂമിയെ വൃത്തിയാക്കുന്നത്? അപ്പോൾ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കി വെച്ച ഈ ഭൂമിയെ, മുക്കിലിട്ട ഓട്ടുപാത്രം പോലെയുള്ള ഈ ഭൂമിയെ തേച്ച് വെളുപ്പിക്കുന്നത് പോലെയാണ് ഈ മഴത്തുള്ളി ഭൂമിയെ വൃത്തിയാക്കുന്നത്. അതായത് ഈ മനുഷ്യരൊക്കെ വൃത്തികേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ച് വെളുപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത്. അടുത്ത ചോദ്യം, മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? എന്തെല്ലാം ചെയ്യാൻ കഴിയും? മഴത്തുള്ളി ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നു, വിഷമിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും നമുക്ക്? നമുക്ക് നമ്മുടെ പരിസരം എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാം, അല്ലേ? മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? കമ്പോസ്റ്റ്, അതായത് ഈ അടുക്കളയിലെ മാലിന്യങ്ങളൊക്കെ കമ്പോസ്റ്റ് കുഴിയിലാക്കാം. അങ്ങനെ നമ്മുടെ പരിസരം നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അടുത്ത ചോദ്യം എന്താണ്? തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത്. ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത്? കണ്ടെത്തി എഴുതൂ. അപ്പം തെന്മലകൾ എന്തൊക്കെയാണ് ചർച്ചയൊരുക്കിയത്? എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ പറയുന്നു? തെന്മല കാറ്റ് വരുന്നു എന്ന് പറയുന്നുണ്ട്. വലിയ മുത്തുമഴ, അത് വലിയ മുത്തുമഴ വരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ്? മഴവെള്ളത്തിൽ തല ഉരുമ്പുന്ന വള്ളികൾ, തോർത്തു മാത്രമെടുത്ത മരങ്ങൾ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത, ഇതെല്ലാം പറയുന്നുണ്ട്. അടുത്ത ചോദ്യം എന്താണ്? മഴത്തുള്ളിയെപ്പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട്. ചിത്രം വായിക്കൂ. ചിത്രം ഇന്നിൻ്റെ കാഴ്ചകൾ, ശ്രീജ പള്ളം. അപ്പോൾ ഈ ചിത്രം വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കൂ. എന്താണ് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ശ്രീജ പള്ളം എന്നൊരു ചിത്രകാരി വരച്ച ഒരു ചിത്രമാണിത്. അപ്പോൾ ഇത് ഹരിതകർമ്മ സേനാംഗങ്ങൾ നമുക്കറിയാം, അല്ലേ? പഞ്ചായത്തിൽ നിന്നും നമ്മുടെ വീടുകളിൽ മാസം തോറും അവർ വരും. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ ഈ മഴത്തുള്ളിയെപ്പോലെ തന്നെ ഭൂമി വൃത്തിയാക്കുന്നവരാണ് ഈ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്? ഈ മാലിന്യങ്ങളെയൊക്കെ വീണ്ടും ഉപയോഗിക്കാവുന്ന മാലിന്യങ്ങളെയും പിന്നെ നശിപ്പിക്കേണ്ട മാലിന്യങ്ങളെയും അങ്ങനെയൊക്കെ അവർ വേർതിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത്? ഇത് ഹരിതകർമ്മ സേനാംഗങ്ങൾ എവിടെ നിന്നാണ് ഇതൊക്കെ ശേഖരിച്ചത്? അവർ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെയാണ് ഈ മാലിന്യങ്ങൾ ശേഖരിച്ചത്. ഈ പാഠഭാഗം എല്ലാവരും നന്നായിട്ട് വായിക്കണം. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.